നമസ്കാരം. ലോകജാലകത്തിലേക്ക് സ്വാഗതം. ആനന്ദ് ടി വി അവതരിപ്പിക്കുന്ന ലോകജാലകത്തിൽ വിവിധ മേഖലകളിൽ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെയും കാണാത്ത ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളെയും അറിയാൻ ആഗ്രഹിക്കുന്ന സംഭവ വികാസങ്ങളും കാണാ കാഴ്ചകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രതീക്ഷയുടെ പുതിയ വർഷത്തെ വരവേൽക്കാൻ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ കഷ്ടതകളും പ്രയാസങ്ങളും മറന്ന് 100 പ്രതീക്ഷകളുമായിട്ടാണ് വരും വർഷത്തെ വരവേൽക്കാൻ നമ്മൾ നിൽക്കുന്നത്. വർഷത്തിലെ ആദ്യ ദിവസമായ ജനുവരി 1-ാം തീയതി പുതുവത്സര ദിനമായി ആഘോഷിക്കുന്നത് ആധുനിക ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമാണ്. ജനുവരി 1 തന്നെയാണ് ജൂലിയൻ കലണ്ടർ പ്രകാരവും പുതുവർഷം. ഇന്നത്തെ ലോകജാലകത്തിൽ നമ്മൾ അറിയാൻ പോകുന്നത് പുതുവർഷത്തിന്റെ ചരിത്രവും വിവിധ രാജ്യങ്ങളിലെ ചില രസകരമായ ആചാരങ്ങളുമാണ്. പുതുവത്സരം ആദ്യമായി ആചരിക്കപ്പെട്ടത് 4000 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ബാബിലോണിയയിൽ ശിശിര വിഷുവിനോടനുബന്ധിച്ചാണെന്ന് രേഖകളുണ്ട്. മാർച്ച് അവസാനത്തിന്റെ സമയങ്ങളിൽ പുതിയ വിളകൾ നടുകയും ചെയ്തിരുന്നു. ഈ ആഘോഷം 11 ദിവസം നീണ്ടു നിന്നിരുന്നു. ആഘോഷവേളയിൽ രാജാവിനെ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നതിനാൽ നാട്ടുകാർക്കെല്ലാവർക്കും കുറച്ച് ദിവസത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അവധിക്കാലം കഴിയുമ്പോൾ ഗംഭീരമായ ഘോഷയാത്രയോടെ രാജാവ് മടങ്ങിവരും. നാട്ടുകാർ എല്ലാവരും പഴയ പോലെ ദിനചര്യകളിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇനി നമുക്ക് ജൂലിയസ് സീസറും ജനുവരി 1-ഉം തമ്മിലുള്ള ബന്ധമറിയാം. റോമാക്കാരും മാർച്ചിലാണ് പുതുവത്സരാഘോഷം നടത്തിയിരുന്നത്. BC 46 റോമൻ പുതുവത്സര ദിനം ജനുവരി 1-ലേക്ക് മാറ്റിയത് ജൂലിയസ് സീസറാണ്. റോമൻ ദേവനായ ജാനൂസിന്റെ, അതായത് ആകാശത്തിന്റെയും ഭൂമിയുടെയും കവാട സൂക്ഷിപ്പുകാരന്റെ പേരാണ് ജനുവരിക്ക് നൽകിയത്. ജാനൂസിനെ എല്ലായ്പ്പോഴും 2 മുഖങ്ങളാൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഒന്ന് പഴയ വർഷത്തിലേക്ക്, അതായത് ഭൂതകാലത്തിലേക്ക്, മറ്റൊന്ന് പുതുവർഷത്തേക്ക്, അതായത് ഭാവി കാലത്തിലേക്ക്. ഇനി ഗ്രിഗോറിയൻ കലണ്ടറും ജനുവരി 1-ഉം തമ്മിലുള്ള ബന്ധമറിയാം. പുതുവത്സരം മധ്യകാലഘട്ടത്തിൽ ആഘോഷിക്കുന്നതിനെ ക്രിസ്ത്യൻ സഭ എതിർത്തിരുന്നു. 1582 വരെ യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ മാർച്ച് 25-നാണ് പുതുവത്സരം ആഘോഷിച്ചിരുന്നത്. ഗ്രിഗറി 12-ാമൻ മാർപ്പാപ്പ അക്കാലത്തെ കലണ്ടറിംഗ് സംവിധാനത്തിൽ ഇതിനായി മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഈ നയത്തെ അക്കാലത്തെ പരിഷ്കരണവാദികൾ അല്പം താമസിച്ചേ സ്വീകരിച്ചിരുന്നുള്ളൂ. ഇന്ന് ലോകത്തെ മിക്ക രാജ്യങ്ങളും ഈ കലണ്ടറിംഗ് സംവിധാനം സ്വീകരിച്ചിരിക്കുന്നു. ഗ്രിഗോറിയൻ കലണ്ടറിനെ തുടർന്ന് പുതുവർഷത്തിന്റെ ആദ്യ ദിവസമായ ജനുവരി 1 ആഘോഷിക്കുന്നു. പുതുവർഷത്തെ വരവേറ്റ് പടക്കം പൊട്ടിച്ചും വിവിധ ആഘോഷ പരിപാടികൾ നടത്തിയും പുതുവത്സരം ആഘോഷിച്ച് തിമിർക്കുന്നു. പല രാജ്യങ്ങളും അവരുടേതായ രീതിയിലാണ് പുതുവത്സരം ആഘോഷിക്കുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ അവർ പക്ഷികളെയും ആമകളെയും കൂട്ടിൽ നിന്ന് തുറന്നുവിടുന്നു. വരും വർഷത്തിൽ ഈ പ്രവൃത്തി അവർക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത്. ജപ്പാനിൽ ആളുകൾ വൈക്കോൽ കച്ചകൾ വീടുകൾക്ക് മുന്നിൽ തൂക്കിയിടുന്നു. അത് ദുരാത്മാക്കളെ അകറ്റി നിർത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു. പുതുവത്സരം ആരംഭിക്കുന്ന നിമിഷം ജാപ്പനീസുകാർ ചിരിക്കാൻ തുടങ്ങുന്നു. അതിനാൽ അവർക്ക് വർഷം മുഴുവൻ ചിരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ പുതുവത്സരാഘോഷം വളരെയധികം പ്രസിദ്ധമാണ്. അർദ്ധരാത്രി ബിഗ് ബെന്നിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ആളുകൾ പുതുവത്സരാശംസകൾക്കായി ഒരു ടോസ്റ്റ് കുടിക്കും. ലണ്ടനിലെ ട്രാഫൽഗർ സ്ക്വയറിലാണ് ആഘോഷങ്ങൾക്ക് ഏറ്റവും പ്രസിദ്ധം. പുതുവർഷത്തെ സ്വാഗതം ചെയ്യാൻ വലിയ ജനക്കൂട്ടം തന്നെ അവിടെ ഒത്തുകൂടും. പുതുവത്സര രാത്രി ഇംഗ്ലണ്ടിലെ വീടുകളിൽ കുടുംബാംഗങ്ങൾ തീന്മേശയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്നു. രാത്രി കൃത്യം 12 മണിയാകുമ്പോൾ കുടുംബനാഥൻ എഴുന്നേറ്റ് മുൻവാതിൽ തുറക്കും. മണി മുഴങ്ങി തീരുന്നത് വരെ വാതിൽ തുറന്നു തന്നെ പിടിക്കും. അതൊരാചാരമാണ്. സ്കോട്ട്ലാൻഡിൽ ചില ഗ്രാമങ്ങളിൽ ആളുകൾ ടാർ ബാരലുകൾ കത്തിച്ച് തെരുവുകളിലൂടെ ഉരുട്ടുന്നു എന്ന് പറയുന്നു. ഇത് പഴയ വർഷം കത്തിച്ച് കളയുന്നു എന്നും പുതിയത് ആരംഭിക്കാമെന്നും കാണിക്കുന്നു അത്രേ. അമേരിക്കൻ ഐക്യനാടുകളിൽ നിയമപരമായ അവധി ജനുവരി 1-നാണ്. എന്നാൽ അമേരിക്കക്കാർ ഡിസംബർ 31 മുതൽ തന്നെ ആഘോഷം തുടങ്ങും. പുതുവസ്ത്രങ്ങൾ ധരിക്കുകയും മുഖംമൂടികൾ അണിയുകയും ചെയ്യുന്നു. പാരമ്പര്യമനുസരിച്ച് അതിഥികൾ അർദ്ധരാത്രി മാസ്ക് എടുത്തു കളയുന്നു. ന്യൂയോർക്ക് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ടൈംസ് സ്ക്വയറിലാണ് പ്രധാന ആഘോഷം. അർദ്ധരാത്രിക്ക് 1 മിനിറ്റ് മുമ്പ് ഒരു ലൈറ്റ് ചെയ്ത പന്ത് കെട്ടിടങ്ങളിൽ ഒന്നിൽ നിന്ന് താഴേക്കിടുന്നു. പന്ത് വീഴുന്ന സമയം ആളുകൾ എണ്ണുന്നു. അത് താഴെ എത്തുമ്പോഴേക്കും പുതുവർഷം പിറക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, വലിയ ആഘോഷം തന്നെയാണ്. പുതുവത്സര ഗീതം പുതുവർഷ രാവിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. ലോകത്തിലെ എല്ലാ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളും ഓൾഡ് ലാങ് സെയിൻ എന്ന ഗാനം പരമ്പരാഗതമായി ആലപിച്ചു വരുന്നു. പുതുവത്സരാഘോഷത്തിൽ ഈ ഗാനം ആലപിക്കുന്ന പതിവ് 18-ാം നൂറ്റാണ്ട് മുതൽക്കേ തന്നെ ഉണ്ട്. അതിഥികൾ ചുറ്റും നിൽക്കുകയും ഈ ഗാനം ആലപിക്കുകയും ചെയ്യും.
ഈ സമ്പ്രദായം ആദ്യം വന്നത് സ്കോട്ട്ലാൻഡിലാണ്. 1788 ഓൾലാങ് സെയിന്റെ വരികൾ എഴുതിയത് കവിയായ റോബർട്ട് ബെൻസ് ആണ്. എന്നാൽ മിക്ക സംഗീതജ്ഞരും കരുതുന്നത് ഓൾലാങ് സെയിൻ ഒരു പരമ്പരാഗത സ്കോട്ടിഷ് നാടോടി മെലഡിയിൽ നിന്നാണ് ഉടലെടുത്തതെന്നാണ്. പാട്ടിൽ അർത്ഥമാക്കുന്നത് ഭൂതകാലം മറന്ന് പുതുവർഷത്തെ പ്രതീക്ഷയോടെ നോക്കുക എന്നതാണ്. പുതുവർഷാഘോഷം പോലെ തന്നെ പുതുവത്സര തീരുമാനങ്ങളും പ്രധാനമാണ്. ഈ പാരമ്പര്യവും ആദ്യകാല ബാബിലോണിയരുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. കടമെടുത്ത കാർഷിക ഉപകരണങ്ങൾ തിരികെ നൽകുക എന്നതായിരുന്നു ആദ്യകാല ബാബിലോണിയക്കാരുടെ രീതി. ഇന്നത്തെ പ്രമേയങ്ങൾ ആത്മീയ പരിപൂർണതയ്ക്കായി നടത്തുന്നവയാണ്. മിക്കവയും ശരീരഭാരം കുറയ്ക്കുകയോ പുകവലി ഉപേക്ഷിക്കുകയോ ആരോഗ്യ സംരക്ഷണമോ എന്നിങ്ങനെയുള്ളവ ഇതിൽ ഉൾപ്പെടും. പുതുവത്സരത്തിന് പ്രത്യേകതരം ഭക്ഷണങ്ങളും കഴിക്കാറുണ്ട്. ഈ ഭക്ഷണങ്ങൾ ഭാഗ്യം കൊണ്ടുവരുമെന്ന് കരുതപ്പെടുന്നു. ഒരു മോതിരത്തിന്റെ ആകൃതിയിലുള്ള എന്തും ഭാഗ്യമാണെന്ന് പല സംസ്കാരങ്ങളും വിശ്വസിക്കുന്നു. കാരണം ഇതൊരു വർഷത്തിന്റെ അവസാനത്തെയും അടുത്ത വർഷത്തിന്റെ തുടക്കത്തെയും തടസ്സമില്ലാതെ പ്രതിനിധീകരിക്കുന്നു. അക്കാരണത്താൽ പുതുവത്സര ദിനത്തിൽ ഡോണട്ട് കഴിക്കുന്നത് നല്ല ഭാഗ്യം കൊണ്ടുവരുമെന്ന് ഡച്ചുകാർ വിശ്വസിക്കുന്നു. അതുപോലെ ക്യാബേജ് പുതുവത്സര ദിനത്തിൽ ഭാഗ്യം കൊണ്ടുവരുമെന്ന് കരുതപ്പെടുന്നു. ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിലെ പുതുവർഷവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പല ആചാരങ്ങളും നിലനിന്നിരുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ലോകജാലകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.